ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ ബി.ജെ.പി. ഛത്തീസ്ഗഡ് കേരള ഘടകങ്ങൾ രണ്ട് തട്ടിൽ. കന്യാസ്ത്രീകൾ കുട്ടികളെ കഴുത്തിൽ കയർ മുറുക്കി കൊണ്ടുപോകുന്ന പ്രതീകാത്മക ചിത്രം ഛത്തീസ്ഗഡ് ബി.ജെ.പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടു. വിഷയത്തിൽ കേരള ബി.ജെ.പി. അനുനയം തുടരുന്നതിനിടെയാണ് ഛത്തീസ്ഗഡ് ബി.ജെ.പി. നേതൃത്വത്തിൻ്റെ ഈ നിലപാട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. അലക്സ് റാം മുഹമ്മദ് കൈസാഹെ പറയൂ. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംസ്ഥാന ബി.ജെ.പി. സംബന്ധിച്ച് അവരെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഈ ഈസ്റ്റർ ദിന നയതന്ത്രം, ക്രിസ്മസ് ദിന കേക്കുമായുള്ള സന്ദർശനമൊക്കെ നടത്തി ക്രൈസ്തവ ന്യൂനപക്ഷ സമുദായത്തെ അടുപ്പിച്ചു നിർത്താനായി സംസ്ഥാന ബി.ജെ.പി. കിളഞ്ഞു ശ്രമിക്കുന്നതിനിടെയാണ് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം ഉണ്ടാകുന്നത്. അവിടെ കാര്യമായ ഒരു ഇടപെടൽ നടത്താനോ അല്ലെങ്കിൽ കൃത്യമായി അതിൽ ഒരു പരിഹാരം നിശ്ചയിക്കാനോ സംസ്ഥാന ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടില്ല. കൃത്യമായി അതിന് മറുപടി പോലും നേതാക്കൾ നൽകുന്നില്ല. അതിൽ കാര്യമായ അനുനയ ശ്രമം നടത്തുന്നു എന്ന് ബി.ജെ.പി. സംസ്ഥാന ഘടകം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ആ സംസ്ഥാന നേതൃത്വത്തിന്റെ ആ തീരുമാനത്തെ വെല്ലുവിളിക്കുന്നതാണ് ബി.ജെ.പി. ഛത്തീസ്ഗഡ് ഘടകത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. അത് അല്പം മുമ്പാണ് ബി.ജെ.പി. ഛത്തീസ്ഗഡ് ഘടകത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് കന്യാസ്ത്രീകളെ അപമാനിക്കുന്ന വിധം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. കന്യാസ്ത്രീകൾ കുട്ടികളെ കഴുത്തിൽ കയർ മുറുക്കി കൊണ്ടുപോകുന്ന പ്രതീകാത്മക ചിത്രം അല്ലെങ്കിൽ കാർട്ടൂൺ ചിത്രം പങ്കുവച്ചാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് കുറിപ്പ് വന്നിട്ടുള്ളത്. കന്യാസ്ത്രീകളെ ഇതിൽ വേട്ടക്കാരാക്കിയും ഈ ആദിവാസി പെൺകുട്ടിയെ ഇരകളായും ചിത്രീകരിച്ചാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. മതപരിവർത്തനവും മനുഷ്യക്കടത്തും കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വിമർശനമാണ് ബി.ജെ.പി. ഛത്തീസ്ഗഡ് ഘടകം നടത്തുന്നത്. എന്നാണെങ്കിലും ബി.ജെ.പി. സംബന്ധിച്ച് മറുപടി പറയേണ്ട കാര്യമാണ്. കാരണം ബി.ജെ.പി. സംസ്ഥാന ഘടകം ബി.ജെ.പി. ഛത്തീസ്ഗഡ് ഘടകത്തെ ബന്ധപ്പെടുന്നു. അതുപോലെ പ്രധാനമന്ത്രി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നു. എന്നിട്ട് പോലും ബി.ജെ.പി. ഛത്തീസ്ഗഡ് ഘടകം ഇത്തരമൊരു നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള VHP നേതാവ് ഡോക്ടർ ഭാർഗവറാം ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി കൂടി ഏറ്റവും ഒടുവിൽ നൽകുന്നു. കേരളത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള മനുഷ്യക്കടത്ത് അന്വേഷിക്കണമെന്നാണ് VHP നേതാവ് ഭാർഗവറാം ആവശ്യപ്പെടുന്നത്. രാഷ്ട്രപതി, സുപ്രീം കോടതി, പ്രധാനമന്ത്രി, NIA, അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങി നിരവധിയായ ഏജൻസികൾക്ക് ഭാർഗവറാം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്.